ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് കിങ്ഡം ആനിമാലിയയിലെ 3 ഫൈലംസ് ആണ് പഠിക്കുന്നത്. ഫൈലം പോറിഫെറ, ഫൈലം സിലിൻഡ്രേറ്റ, ഫൈലം ടീനോഫോറ. നമുക്ക് പോകാം. ഫസ്റ്റ് ഫൈലം പോറിഫെറ. നമുക്കറിയാം പോറിഫെറ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഇവരുടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ മനസ്സിലാവും അല്ലെ. എന്താണ് പോറിഫെറ? പോർസ് ആണ് ഇവരിലുള്ളത്. അതായത് ഇവരുടെ ബോഡി ഫുള്ള് പോർസ് ആണെന്നാണ് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടർ മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് ഇവരെ കോമൺലി പറയുന്ന പേരാണ് സ്പോഞ്ചസ്. നമുക്കറിയാം ബാത്ത് സ്പോഞ്ച് ഒക്കെ ഇല്ലേ, അതുപോലെ വീട്ടിൽ പാത്രം കഴുകാനൊക്കെ നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ കാണാൻ? നിറയെ പോറുകളാണ് അതിൽ. അതുപോലെ തന്നെയാണ് ഇവരും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവരുടെ ബോഡി അസിമെട്രിക്കൽ ആണ്. ആൻഡ് ഇവർ ജനറലി മെറൈൻ ആണ്. അതായത് കുറച്ച് മെറൈൻ അല്ലെങ്കിൽ കടൽ പ്രദേശത്ത് അവിടെയൊക്കെയാണ് ഇവരെ കൂടുതലും കാണുന്നത്. അതുപോലെ തന്നെ അസിമെട്രിക്കൽ ആണ്. ഇവരുടെ ബോഡി നമ്മൾ ഏത് വിധത്തിൽ കട്ട് ചെയ്താലും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ അസിമെട്രിക്കൽ എന്ന് പറയുന്നത്. സിമെട്രി ഇല്ല. പിന്നെ ഒരു കാര്യമാണ് സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. നമുക്കറിയാം ഏതൊരു ജീവിയും ഏതൊരു ഓർഗാനിസവും അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ഇപ്പൊ നമ്മുടെ കേസ് എടുത്ത് നോക്കി നോക്ക്. നമ്മൾ എവിടുന്ന തുടങ്ങുന്നത്? ഒരു സിംഗിൾ സെൽ സൈഗോട്ടിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൈഗോട്ടിലെ മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഓർഗാനിസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മളായിട്ട് മാറിയത് അല്ലെ. അതുപോലെ തന്നെ ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സെല്ലുലാർ ആണ്, സെൽസ് ആണ്. ഫർദർ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ടിഷ്യൂ ലെവലോ ഓർഗൻ സിസ്റ്റം ലെവലോ ഒന്നുമില്ല. ഇവരുടെ ലെവല് സെല്ലുലാർ ലെവലാണ്, സെൽസ് മാത്രമാണ് ഇവർക്കുള്ളത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാട്ടർ കനാൽ സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നും പറയാം. അതായത് ഇവർ ഓൾറെഡി മെറൈൻ ആണല്ലോ. അപ്പൊ ഇവരിലുള്ള ആ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട്, അതുകൊണ്ട് അതിനെയാണ് നമ്മൾ വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫിഗറിൽ നോക്കാം. ഇതിന്റെ 3 പാർട്സ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്റ്റിയ, സ്പോഞ്ചോസിൽ, ഓസ്കുലം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോർസ് ഉണ്ടല്ലോ, അതാണ് ഓസ്റ്റിയ എന്ന് പറയുന്നത്. കണ്ടില്ലേ അവരുടെ ആ ഒരു എന്താ പറയാ എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഔട്ടർ പോർഷൻ കണ്ടില്ലേ, കുറെ പോറുകൾ കണ്ടില്ലേ. നമ്മൾ ഈ പോർസിന് പറയുന്ന പേരാണ് ഓസ്റ്റിയ. പിന്നെ ഇവരുടെ ഉള്ളിലുള്ള ഒരു ക്യാവിറ്റീനെ പറയുന്ന പേരാണ് സ്പോഞ്ചോസീൽ. ആൻഡ് അവിടെയുള്ള ഒരു ഓപ്പണിംഗ്, ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ആ ഒരു ഓപ്പണിങ്ങിനെ പറയുന്നതാണ് ഓസ്കുലം. ഇതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരുടെ 3 പാർട്സ്. ഇനി വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവർക്ക് ഈ പോർസിലൂടെയാണ് ഇവരുടെ ഉള്ളിലേക്ക് വാട്ടർ വിത്ത് ഫുഡ് എല്ലാ കാര്യങ്ങളും കയറുന്നത്. അപ്പൊ ഈ ഓസ്റ്റിയ വഴി ഉള്ളിലേക്ക് എത്തിയ വാട്ടർ ഈ സ്പോഞ്ചോസീലിൽ എത്തി അല്ലെ. ഇത് ഓസ്കുലം വഴി പുറത്തേക്ക് പോകും. അപ്പൊ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയില്ലേ. ഓസ്റ്റിയെന്ന് തുടങ്ങി ഓസ്കുലം വഴി പുറത്തേക്ക് പോകുമ്പോൾ. അതുകൊണ്ടാണ് ഇവരിൽ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ സ്പോഞ്ചോസീൽ, ഈ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തുകൊണ്ട് കുറച്ച് സെൽസ് കാണാം ഇല്ലേ. അതിനെയാണ് നമ്മൾ കോളാർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് എന്നാണ് നമ്മൾ ആ സെൽസിനെ പറയാം. അത് കണ്ടില്ലേ, ഒരു ഹെഡ് പോർഷനും ഉണ്ട്, ഒരു ടെയിൽ പോർഷനും ഉണ്ട്. ടെയിൽ പോർഷൻ ഉള്ളിലേക്കായിട്ടാണ്. അത് ഈ ഫ്ലജല്ലയാണ്. അതായത് വാട്ടർ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ ആ ടെയിൽ പോർഷൻ എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയയിൽ കൂടെ വരുന്ന വെള്ളം ഈ കാണുന്ന ഈ കൊയാനോസൈറ്റ്സ് അതിനെ മൂവ് ചെയ്യാൻ, അതിന്റെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് അത് ഓസ്കുലം വഴി പുറത്തു പോകുന്നത്. അപ്പൊ കോളാർ സെൽസും കൊയാനോസൈറ്റ്സും എന്ന് പറയുമ്പോൾ വാട്ടർ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സെൽസ് ആണ്. പിന്നെ ഉള്ളിലേക്ക് കയറിയ വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് ഓസ്കുലം വഴി. അപ്പൊ ഈ ഒരു പാത്വേ, ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ കനാൽ സിസ്റ്റം ഇവരെ ഫുഡ് ഗ്യാദർ ചെയ്യാൻ, ഫുഡ് കളക്ട് ചെയ്യാൻ, ഇവർക്ക് റെസ്പയർ ചെയ്യാനും അതുപോലെ എക്സ്ക്രീറ്റ് ചെയ്യുക വേസ്റ്റ് പ്രൊഡക്ട്സ്, ഇതിനൊക്കെ ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ബോഡി എന്ന് പറയുമ്പോൾ ഒരു സ്കെൽട്ടൺ, അവർക്ക് ഒരു സ്കെൽട്ടൺ ഉണ്ട്. നമ്മുടെ പോലത്തെ സ്കെൽട്ടൺ അല്ല. എല്ലാ ഓർഗാനിസത്തിനും ആ ഒരു സ്റ്റിഫ് ആയിട്ട് അല്ലെങ്കിൽ ആ ബോഡി അങ്ങനെ ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ ഒരു സ്കെൽട്ടൺ ഉണ്ടാവുമല്ലോ. ഇവിടെ സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്നാണ് നമ്മൾ ഇവരുടെ സ്കെൽട്ടനെ പറയുക. അവരുടെ ബോഡി ആ ഒരു ഷേപ്പിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ്. ഒരു ഹെർമാപ്രൊഡൈറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ മൊനീഷ്യസ് എന്നൊക്കെ പറയാം. ഇവരുടെ സെക്സസ് സെപ്പറേറ്റ് അല്ല. ആ ഒരു സെയിം ഓർഗാനിസം, ഒരേ ഒരു ഇൻഡിവിജ്വലിൽ തന്നെയാണ് മെയിലും ഫീമെയിലും ഇവരിൽ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഹെർമാഫ്രൊഡൈറ്റ് എന്ന് പറയുന്നത്. നമുക്കത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇവര് ലോവർ ഗ്രൂപ്പ് ഓർഗാനിസംസ് ആണ്. നമ്മൾ എന്താ പറയാ ഓർഗൻ സിസ്റ്റംസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല.
അപ്പൊ പിന്നെ ഇവർ എന്തായാലും ഹെർമാഫ്രോഡൈറ്റ് ആവുമല്ലോ. ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് പിന്നെ സെക്സസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരിക. സോ ഇവിടെ ഇവര് ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഇനി സ്പോഞ്ചസ് എന്ന് പറയുന്നത് അവര് സെക്ഷുവലിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവർ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പാരന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. ഓരോ ഫ്രാഗ്മെന്റും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇനി സെക്ഷലി എന്ന് പറയുമ്പോൾ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവര്. അതായത് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, പുതിയ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, അതായത് ഉള്ളിൽ വെച്ചിട്ടാണ് ഗ്യാമേറ്റിക് ഫ്യൂഷൻ ഒക്കെ നടക്കുന്നത്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് നമ്മൾ ആദ്യം ഒരു കുട്ടി, പിന്നെ അത് ഓരോ സ്റ്റേജസ് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വലുതാവുന്നു. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഒന്നുമില്ല, ഇൻഡയറക്റ്റ് ആണ്. ഇവർക്കൊരു ലാർവൽ സ്റ്റേജ് ഉണ്ട്, അത് അഡൾട്ടിൽ നിന്ന് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണ് മാത്രം. മോർഫോളജിക്കലി എല്ലാം കൊണ്ടും അഡൾട്ടും ലാർവയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. സോ ഒരു ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫൈലം പോറിഫെറയിൽ പഠിക്കുന്നത്. ഇനി ഈ ഫൈലത്തിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ എന്ന് പറയുന്നത്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ ഒരു മഞ്ഞ കളറിലുള്ള എന്താ പറയാ ഒരു സംഭവം കഴിക്കാൻ വാങ്ങാറില്ലേ, ഈ എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് എടുക്കുന്നത്, അതുപോലെ ഇല്ലേ കാണാൻ ഏകദേശം. പിന്നെ നെക്സ്റ്റ് ആണ് സ്പോഞ്ചില്ല, അതൊരു ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ്. പിന്നെ നെക്സ്റ്റ് ആണ് യു സ്പോഞ്ച്, നമ്മളത് ബാത്ത് സ്പോഞ്ച് എന്നും പറയാറുണ്ട്. സോ ഇതാണ് പോറിഫെറ. അപ്പൊ നമുക്കിതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് അവരുടെ കോമൺ നെയിം എന്താണ്? സ്പോഞ്ചസ് ആണ്. പിന്നെ അവർ അസിമെട്രിക്കൽ ആണ്, സെല്ലുലാർ ലെവലാണ് അവരുടെ ഓർഗനൈസേഷൻ. പിന്നെ അവർക്ക് ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്. അവരുടെ മൈന്യൂട്ട് പോർസിനെ നമ്മൾ പറയുന്നതാണ് ഓസ്റ്റിയ. ഉള്ളിലുള്ള ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീല്. പിന്നെ അവർക്ക് സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തുകൊണ്ട് കോളാർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് ഉണ്ട്. പിന്നെ വാട്ടർ പുറത്തേക്ക് പോകുന്നത് ഓസ്കുലം വഴിയാണ്. ഈ ഒരു വാട്ടർ മൂവ്മെന്റ് ഇവരെ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? ഫുഡ് ഗാദറിങ്ങിനും റെസ്പിറേഷനും എക്സ്ക്രീഷനും ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡി, ആ ഒരു സ്കെൽട്ടൻ, ബോഡീനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കെൽട്ടൻ നമ്മൾ സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവർ ഹെർമപ്രൊഡൈറ്റ് ആണ്, സെക്സസ് സെപ്പറേറ്റ് അല്ല. പിന്നെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. സെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. സെക്ഷൽ എന്ന് പറയുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ വഴി, സെക്ഷൽ എന്ന് പറയുമ്പോൾ ഗ്യാമേറ്റ് വഴിയാണ്. പിന്നെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് അല്ല, അതായത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവരിൽ വരുന്നത്. പിന്നെ ആ 3 എക്സാമ്പിൾസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോറിഫെറ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഈസി അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഫൈലത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ഫൈലമാണ് ഫൈലം സിലിൻഡ്രേറ്റ. അതായത് ഫൈലം സിലിൻഡ്രേറ്റയും ഫൈലം ടീനോഫോറയും ഒരൊറ്റ ഫൈലം ആയിരുന്നു. പക്ഷെ ചില ക്യാരക്ടേഴ്സിൽ ഇവർ വ്യത്യാസം കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ തന്നെ 2 ഫൈലമാക്കി മാറ്റിയത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ് ഈ പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫൈലം സിലിൻഡ്രേറ്റയിലേക്ക് പോവാം. ഈ ഫൈലം സിലിൻഡ്രേറ്റനെ നമ്മൾ നിഡേറിയ എന്നും വിളിക്കുന്നുണ്ട്. അതായത് സിലിൻഡ്രേറ്റ എന്നും വിളിക്കുന്നുണ്ട്, നിഡേറിയൻസ് എന്നും വിളിക്കുന്നുണ്ട്. അതിന് മെയിൻ കാരണമാണ് ഇവരില് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് ഉള്ളത്. ഈ നിഡോബ്ലാസ്റ്റിന്റെ പിക്ചർ ആണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്, മുകളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? നിഡോബ്ലാസ്റ്റ്, അതായത് ഒരു നെമാറ്റോസിസ്റ്റ് ഉണ്ട്, ടെൻഡക്കിൾസ് ഉണ്ട്. നെമാറ്റോസിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഉള്ളിലുള്ള ഒരു ക്യാവിറ്റിയാണ്, അതില് പോയ്സൺ ഉണ്ട് അവർക്ക്. ഈ പോയ്സൺ ഇവര് ഈ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട് ഇവരുടെ എനിമീസിലൊക്കെ എന്ത് ചെയ്ത് വെക്കും? എനിമീസ് ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഈ ടെൻഡക്കിൾസ് വഴി ആ എനിമീസിനെ എന്ത് ചെയ്യുന്നു? ഇവര് ഈ പോയ്സൺ എനിമീസിലേക്ക് കയറ്റി വിടും. അപ്പൊ അവരൊന്നിങ്ങനെ മയങ്ങി അല്ലെങ്കിൽ ചത്തുപോവുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. സോ ഇതാണ് ഈ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നിഡോസൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. കണ്ടില്ലേ? നെയിം ഡിറൈവ്ഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് പ്രസന്റ് ഓൺ ടെൻഡക്കിൾസ് ആൻഡ് ദ ബോഡി. ഇനി ഇവർ അക്വാട്ടിക് ആണ്, മെറൈൻ ആണ്, അതുപോലെ സെസൈലും ആണ്. അതായത് സെസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു സബ്സ്ട്രാറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നവരെയാണ് നമ്മൾ സെസൈൽ എന്ന് വിളിക്കുന്നത്. മൂവിങ് ആയിട്ടുള്ളവരും ഉണ്ട്, സെസൈൽ ആയിട്ടുള്ളവരും ഉണ്ട്. ഇനി ഇവരിൽ ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. നമ്മൾ പോറിഫെറയിൽ എന്ത് ലെവലിനാ പറഞ്ഞത്? സെല്ലുലാർ ലെവൽ എന്നാണ് പറഞ്ഞത്. അവർക്ക് സെൽസ് അങ്ങോട്ട് മുകളിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല, സെല്ലുലാർ ലെവലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ടിഷ്യൂ ആയി. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെ? ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിങ് സിമിലർ ഫങ്ഷൻ അല്ലെ? അതിനാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ സെൽസ് ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ടിഷ്യൂസ് ഒക്കെ ആയിട്ട് മാറി. ഇനി പിന്നെ ഒരു മെയിൻ കാര്യമാണ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ?
അതായത് നമ്മൾ എംബ്രിയോണിക് ലെയേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതാ 3 എംബ്രിയോണിക് ലെയേഴ്സ്? എക്ടോഡേം, മീസോഡേം, എൻഡോഡേം അല്ലെ? ഈ 3 ലെയേഴ്സും കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് എല്ലാ ഓർഗൻസും സിസ്റ്റംസും ഒക്കെ വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇവരില് ഈ നടുവിലെ ലെയർ ആയിട്ടുള്ള മീസോഡേം ഇല്ല. അതുകൊണ്ടാണ് ഇവരെ ഡിപ്ലോ എന്ന് പറയുമ്പോൾ 2 അല്ലേ, 2 ലെയേഴ്സ്, ഡിപ്ലോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിന് പകരം ഇവർക്ക് ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജെല്ലി ലൈക്ക് ഒരു മെട്രിക്സ് എന്നൊക്കെ നമുക്ക് പറയാം, ഒരു ലെയർ ആയിട്ടില്ല. അത് മീസോഗ്ലിയ ആണ് ഇവർക്ക് ഈ 2 ലെയേഴ്സിന്റെ ഇടയിലും വരുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് റേഡിയൽ ലെവൽ ഓഫ് സിമെട്രി ആണ്. അതായത് ഇവരേനെ നമ്മൾ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഏത് പ്ലെയിനിൽ വെച്ചിട്ട് നമ്മൾ ഇവരേനെ കട്ട് ചെയ്താലും ഇവരേനെ നമുക്ക് ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് റേഡിയൽ ലെവൽ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. നമുക്ക് പോറിഫെറയിൽ കുറെ കാര്യങ്ങൾ വ്യത്യാസമായി തുടങ്ങി അല്ലെ? നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പോറിഫെറയിൽ നമ്മൾ പറഞ്ഞത് അസിമെട്രി ആയിരുന്നു. ഇവിടെ എന്തായി? അത് റേഡിയൽ സിമെട്രി ആയി. ഇവരെ നമുക്ക് ഈക്വൽ ഹാഫ് ആക്കി മുറിക്കാൻ പറ്റും അല്ലെ? ഇനി ഇവർക്ക് ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി വരുന്നുണ്ട് ആൻഡ് ഒരു സിംഗിൾ ഓപ്പണിംഗ് വരുന്നുണ്ട്, ഹൈപ്പോസ്റ്റോം. ഈ സിംഗിൾ ഓപ്പണിംഗ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത് മൗത്ത് തൊട്ട് ആനസ് വരെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് അല്ലെ? 2 ഓപ്പണിംഗ് വരും. ഫുഡ് കഴിക്കുന്നത് ഒരു ഭാഗത്തു കൂടെ, എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് വേറെ ഭാഗത്തു കൂടെ. ഇവിടെ നമുക്ക് സിംഗിൾ ഓപ്പണിംഗേ വരുന്നുള്ളൂ. അതായത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അവർക്ക് കംപ്ലീറ്റ് അല്ല, പക്ഷെ ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്, അതുപോലെ ഒരു ഓപ്പണിംഗും അവർക്ക് വരുന്നുണ്ട്. ആ ഓപ്പണിങ്ങിനെ പറയുന്നതാണ് ഹൈപ്പോസ്റ്റോം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഇവരുടെ ഡൈജഷൻ ഇൻട്രാ സെല്ലുലാറും ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്. ഇനി ഇവർക്ക് കോറൽസ് ലൈക്ക് നിഡേറിയൻസ് ഹാവ് എ സ്കെലിട്ടൺ കമ്പോസ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇവരുടെ സ്കെലിട്ടൺ ഈ കോറൽസ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ, അതായത് ഇവരുടെ സ്കെലിട്ടൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഇവരെ 2 ബോഡി ഫോംസിൽ 2 ടൈപ്പ് ആയിട്ടാണ് ഇവരെ കാണുന്നത്. ഈ നിഡേറിയൻസിനെ പോളിപ്പും ഉണ്ട്, മെഡൂസയും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പിലാണ് ഇവരെ നമുക്ക് കാണുന്നത്. പോളിപ്പ് എന്ന് പറഞ്ഞത് ഈ എന്താ പറയാ സെസൈൽ ആയിട്ടുള്ള ആൾക്കാരാണ്, എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് കാണുന്നത്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ ഉള്ളവരാണ്. അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്ര, അതുപോലെ അഡാംസിയ. അഡാംസിയ എന്ന് പറയുന്നത് സീ അനിമോൺ ആണ്. നമ്മൾ അതിന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് താഴെ തന്നെ അഡാംസിയ എന്ന് എഴുതിയ താഴെ തന്നെ കൊടുത്തിട്ടുള്ളതാണ് അഡാംസിയ, സീ അനിമോൺ എന്ന് പറയുന്നത്. ഇനി മെഡൂസ എന്ന് പറയുമ്പോൾ ഒരു അംബ്രല്ല, കൊട പോലെയാണ്, അതുപോലെ ഫ്രീ സ്വിമ്മിങ് ആണ്, അതൊരു സ്ഥലത്ത് ഇരിക്കുന്നത്, അത് നീന്തി പോകണം. ജെല്ലി ഫിഷ് ഇല്ലേ, അതാണ് എക്സാമ്പിൾ ഉണ്ട്, ഓറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് ആണ് ആ കാണുന്നത്. അപ്പൊ 2 ഫോമിലാണ് ഇവര് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇവര് സെസൈൽ ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മൂവിങ് ആയിട്ടുള്ളവരായിരിക്കാം. ഇനി 2ഉം ഒരുപോലെ കാണുന്ന ചില നിഡേറിയൻസ് ഉണ്ട്. അവർക്ക് എക്സാമ്പിൾ ആണ് ഒബീലിയ. താഴെ കണ്ടിട്ടുള്ള ഫോട്ടോ, അതാണ് എന്താ ഒബീലിയ എന്ന് പറയുന്നത്. അവര് ബോത്ത് ഫോംസിൽ, അതായത് പോളിപ്പായിട്ടും മെഡൂസയായിട്ടും അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്, 2 ജനറേഷനും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മെറ്റാജെനസിസ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ? ഈ പോളിപ്പ് എന്ന് പറയുന്നത് സെക്ഷുവലി, അതായത് പോളിപ്പ് എന്ന് പറയുന്ന ആൾക്കാര് അസെക്ഷുവലി മെഡ്യൂസേനെ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെഡ്യൂസ എന്ന് പറയുന്നത് സെക്ഷുവലി പോളിപ്പിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? പോളിപ്പ് അസെക്ഷുവലി മെഡ്യൂസ ഉണ്ടാക്കുന്നു, മെഡ്യൂസ സെക്ഷുവലി പോളിപ്പിനെ ഉണ്ടാക്കുന്നു. അപ്പൊ 2 ജനറേഷൻ, അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ് വരുന്നത്. മെറ്റാജെനസിസ് എന്നാണ് നമ്മൾ അൾട്ടറേഷൻ ഓഫ് ജനറേഷനെ പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ ആണ് ഒബീലിയ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സീലൻഡ്രേറ്റയില് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? നമുക്കൊന്നും കൂടി മെയിൻ പോയിന്റ്സ് എല്ലാം പറയാം. ഫൈലം സീലൻഡ്രേറ്റ, അവരെ നമ്മൾ എന്താ പറയാ, നിഡേറിയ എന്നും വിളിക്കുന്നുണ്ട്. അവരെ എന്തുകൊണ്ടാണ് നിഡേറിയൻസ് എന്ന് വിളിക്കുന്നത്? നിഡോബ്ലാസ്റ്റിന്റെ പ്രസൻസ് കൊണ്ടാണ്. നിഡോബ്ലാസ്റ്റ് ഇവരെ എനിമീസിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഒരു നെമാറ്റോസിസ്റ്റ് ഉണ്ടായിരിക്കും അതിനുള്ളിൽ, പോയിസൺ ക്യാരി ചെയ്യുന്ന ഒരു സാക്ക് അല്ലെങ്കിൽ ആ ഒരു റീജിയനാണ് നമ്മൾ നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ടെന്റക്കിൾസ് ഉണ്ടായിരിക്കും, ടെന്റക്കിൾസ് വഴിയാണ് ഇവർ ഈ പോയിസൺ എനിമീസിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് പറയുന്നത്, നിഡേറിയ എന്ന് പറയുന്നത്. ഇനി ഇവർ അക്വാട്ടിക് ആണ്, മെറൈൻ ആണ്, സെസൈൽ ആണ്, അതുപോലെ തന്നെ ഫ്രീ സ്വിമ്മിങ്ങും ആണ്. സെസൈൽ മാത്രമല്ല, ഫ്രീ സ്വിമ്മിങ്ങും ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂ ലെവലാണ്, പിന്നെ അവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, സിമെട്രി റേഡിയൽ ആണ്, പിന്നെ അവർക്കൊരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി വരുന്നുണ്ട്, ഒരു സിംഗിൾ ഓപ്പണിംഗ് മൗത്ത് ഹൈപ്പോസ്റ്റോമിൽ വരുന്നുണ്ട്.
ഓക്കെ. പിന്നെ ഡൈജഷൻ ഇൻട്രാ സെല്ലാറും വരുന്നുണ്ട്, എക്സ്ട്രാ സെല്ലാറും വരുന്നുണ്ട്. പിന്നെ ചില നിഡേറിയൻസ് ഫോർ എക്സാമ്പിൾ കോറൽസിലൊക്കെ എന്ത് വരുന്നുണ്ട്, അവരുടെ ഒരു സ്കെൽട്ടൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ കുറച്ചും കൂടി എന്തായിരിക്കും, നല്ല സ്റ്റിഫ് ആയിരിക്കും, കുറച്ചും കൂടി ഉറപ്പുള്ളതായിരിക്കും. അതുപോലെ നിഡേറിയൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ബോഡി ഫോംസിൽ, രണ്ട് രൂപത്തിലാണ് കാണുന്നത്. ഒന്ന് പോളിപ്പായിട്ട്, അതായത് ഒരു സബ്സ്ട്രാറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നതാണ്, ഒരു സിലിണ്ടറിക്കൽ രൂപത്തിലൊക്കെയാണ് കാണുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്ര, അഡാംസിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് മെഡ്യൂസ, അതൊരു കൊട പോലെ, അംബ്രല്ല പോലെയാണ് കാണുന്നത്, ഫ്രീ സ്വിമ്മിങ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഓറീലിയ, അല്ലെങ്കിൽ നമുക്ക് ജെല്ലി ഫിഷ് എന്ന് അതിനെ പറയാം. ഇനി രണ്ട് പേരും പോളിപ്പും മെഡ്യൂസയും ആൾട്ടർനേറ്റ് ആയിട്ട് കാണുന്നതാണ് ഒബീലിയൽ. നമുക്കത് മെറ്റാജെനസിസ് അല്ലെങ്കിൽ ആൾട്ടറേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുക. പിന്നെ ഈ പിക്ചറിൽ കണ്ടാൽ അറിയാം മീഡോബ്ലാസ്റ്റിന്റെ കാര്യം. കണ്ടോ, ഹൈഡ്ര ആയാലും നമ്മുടെ സിയനിമോൺ ആയാലും ഒബീലിയ ആയാലും ജെല്ലി ഫിഷ് ആയാലും അവരുടെ ടെന്റക്കിൾസ് തൂങ്ങി കിടക്കുന്നത് കണ്ടോ. ആ ടെന്റക്കിൾസ് ആണ് അവരെ എനിമീസിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫൈലം സെയിലിൻഡ്രേറ്റ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫൈലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ഫൈലമാണ് നമ്മുടെ ഫൈലം ടീനോഫോറ. അതിന് മുന്നേ ആയിട്ട് ഒരു കുറച്ച് എക്സാമ്പിൾസും കൂടി കാണിച്ചു തരാം. നമ്മുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫർദർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒന്നും പഠിച്ചില്ലെങ്കിലും ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. സോ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവരുടെ നെയിം, നമ്മൾ കോമൺ നെയിം ആയാലും ഇവരുടെ സയന്റിഫിക് നെയിം ആയാലും ആ നെയിം മാറി മാറി ചിലപ്പോൾ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതേപോലെ നിഡേറിയൻസിന് ഫർദർ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടോ, ഗോർഗോണിയ, അതിന് നമ്മൾ സീഫാൻ എന്നാ പറയാ. വിഷറി പോലെ, ചൈനീസ് വിഷറി ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇല്ലേ പരന്നിട്ട്. ഇനി നെക്സ്റ്റ് ആണ് പെന്നാറ്റുല, സീപെൻ എന്നാണ് പറയാ. ഈ പണ്ടത്തെ പേനയൊക്കെ കണ്ടിട്ടില്ലേ, എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഈ മയിൽപ്പിലി പേന, പണ്ട് കാലത്തൊക്കെ എഴുതാൻ തൂവൽ പേന, അതുപോലെയൊക്കെ ഇല്ലേ കാണാൻ, അങ്ങനെ. ഇനി നെക്സ്റ്റ് ആണ് ബ്രെയിൻ കോറ, നിയാൻഡ്രീന, നമ്മുടെ ആ ഒരു തലച്ചോറ് പോലെ ഇല്ലേ ഏകദേശം കാണാൻ. ഇനി നെക്സ്റ്റ് ആണ് ഫൈസാലിയ, അത് നമ്മുടെ ഏകദേശം ജെല്ലി ഫിഷിന്റെ പോലൊക്കെ തന്നെയാണ് കാണാൻ. നമ്മൾ അതിനെ പറയുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ്. ആ പേര് മറക്കണ്ട, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയുന്നത് ആരേനെയാ, ഫൈസാലിയനെയാണ്. സോ ഈ ഒരു എക്സാമ്പിൾസും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഫൈലത്തിലേക്ക് പോകാം. അപ്പൊ നെക്സ്റ്റ് ഫൈലം ടീനോഫോറ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ടീനോഫോറയും സെയിലിൻഡ്രേറ്റും ഒറ്റ ഫൈലായിരുന്നു. പക്ഷെ ചില ക്യാരക്ടേഴ്സിന്റെ പ്രസൻസ് മൂലമാണ് ഇവരെ രണ്ട് ഫൈലം ആക്കിയത്. ഇനി ടീനോഫോറയെ നമ്മൾ കോമൺലി പറയുന്ന പേരാണ് സീ വാൾനട്ട്സ് അല്ലെങ്കിൽ കോമ്പ് ജെല്ലീസ് എന്നാണ് നമ്മൾ പറയുന്നത്. സൈഡിൽ കാണുന്ന പിക്ചർ ആണ് കേട്ടോ ഈ ടീനോഫോറ എന്ന് പറയുന്ന ആൾക്കാര്. ഇവര് പകുതി ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ എന്താ പറയാ സിലിൻഡ്രേറ്റിയായിട്ട് സിമിലർ ആണ്. ചില ക്യാരക്ടേഴ്സ് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ റേഡിയലി സിമെട്രിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിലിൻഡ്രേറ്റ എന്താണ്, റേഡിയലി സിമെട്രിക് ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സെയിം ഇവിടെ ടീനോഫോറ എന്താണ്, റേഡിയലി സിമെട്രിക് ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ അവരുടെ ഒരു മെയിൻ പ്രത്യേകതയാണ് ബോഡി കണ്ടെയ്ൻസ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ്. ഈ ഒരു ഓറഞ്ച് ബോൾ കണ്ടോ, ബോളല്ല, നമ്മുടെ ടീനോഫോറയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണുമ്പോൾ ഒരു ബോൾ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഓറഞ്ച് ബോൾ ശ്രദ്ധിക്കുക. അതില് ആ പച്ച കളറുള്ള വരല്ലേ, അത് ആ റോ, എക്സ്റ്റേണൽ റോസ് നമ്മൾ അതിനെ പറയാ. എത്ര എണ്ണം ഉണ്ട് അത്, 1 2 3 4 5 6 8 എണ്ണം ഉണ്ട് അല്ലെ. 8 റോ ഓഫ് കോംബോ പ്ലേറ്റ്സ് ആണ് അവർക്ക് വരുന്നത്. സീലിയേറ്റഡ് ആണ്, ഓരോ കോംബോ പ്ലേറ്റും സീലിയേറ്റഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെ 8 എണ്ണം വരുന്നുണ്ട് പുറത്ത്. ഇത് ഇവരനെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു, ഈ എന്താ പറയാ ലോക്കോമോഷന് ഇവരനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവരനെ കോംബ് ജെല്ലി, കോംബ് പ്ലേറ്റ് ഉള്ളത് കൊണ്ടാണ് ഇവരനെ കോംബ് ജെല്ലീസ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ, അത് ഡിഫറെന്റ്. മറ്റേതിൽ നിഡോബ്ലാസ്റ്റ് ഉണ്ട്, ഇവരിൽ കോംബോ പ്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ ചില ക്യാരക്ടേഴ്സ് ആണ് ഇവരെ രണ്ടുപേരെയും എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ഫൈലാക്കി മാറ്റിയത്. പിന്നെ ഇവരുടെ ഒരു മെയിൻ പ്രോപ്പർട്ടി ആണ് ബയോലൂമിനസെൻസ്. അതായത് ഇവർക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഫസ്റ്റ് ആ ബ്ലാക്ക് ഫിഗർ കണ്ടോ, അതിൽ കുറച്ചിങ്ങനെ പ്രകാശിച്ച് നിൽക്കണല്ലേ, അതാണ് അവരുടെ ബയോലൂമിനസെൻസ്. അവർക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇവർ ഹെർമഫ്രോഡൈറ്റ് ആണ്, അതായത് സെക്സസ് സെപ്പറേറ്റ് അല്ല, റീപ്രൊഡക്ഷൻ സെക്ഷൽ മീൻസ് വഴിയാണ്, അതായത് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, അതായത് ബോഡിയുടെ ഉള്ളിലല്ല, എക്സ്റ്റേണൽ ആണ്, ഇൻഡയറക്റ്റ് ആണ് അവരുടെ ഡെവലപ്മെന്റ്. പിന്നെ മെയിൻ എക്സാമ്പിൾ ആണ് പ്ലൂറോബ്രാച്ചിയ ആൻഡ് ടീനോപ്ലാന. രണ്ടെണ്ണത്തിന്റെയും ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈലം ടീനോഫോറ. നമ്മുടെ സിലിൻഡ്രേറ്റ ഫൈലുമായിട്ട് ഫുള്ളി സിമിലർ ആണ്, ചില ക്യാരക്ടേഴ്സ് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇവരെ സീ വാൾനട്ട് അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് എന്നാണ് നമ്മൾ കോമൺലി പറയാ. കോംബ് ജെല്ലീസ് എന്ന് പറയാൻ കാരണം എന്താ, അവർക്ക് 8 എക്സ്റ്റേണൽ റോ ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവരതിനെ കോംബ് ജെല്ലീസ് എന്ന് പറയുന്നത്.
പിന്നെ റേഡിയലി സിമെട്രിക് ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ഇവർക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഹെർമപ്രൊഡൈറ്റ് ആണ്, റീപ്രൊഡക്ഷൻ സെക്ഷൽ മെത്തേഡ് വഴിയാണ്. ഫെർട്ടിലൈസേഷൻ പുറത്ത് എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെന്റ് എന്താണ് ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ എക്സാമ്പിൾ നമുക്ക് 2 എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ, പ്ലൂറോബ്രാച്ചിയ ആൻഡ് ടീനോപ്ലാന. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഈ 3 ഫൈലും നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചില്ലേ? നമുക്ക് ഒരു തവണ ഇത് വായിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് പഠിച്ചു എന്ന് തോന്നും, അല്ലെങ്കിൽ മനസ്സിലായി തോന്നും. പക്ഷെ നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണണം. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തായി, ഓക്കെ ആയി, കറക്റ്റ് ആയി, മനസ്സിലായോ, തലയിൽ കയറി എന്ന് തോന്നും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് 3 എന്താ പറയാ 3 ഫൈലും കൂടി ഒരുമിച്ച് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫൈലമാണ് പോറിഫെറ. അപ്പോൾ അവർ നമ്മൾ സ്പോഞ്ചസ് എന്ന് പറയുന്നു, അസിമെട്രിക്കൽ ആണ്, അതുപോലെ സെല്ലുലാർ ലെവലാണ് അവരുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. വാട്ടർ കനാൽ സിസ്റ്റം വരുന്നുണ്ട്. ഓസ്റ്റിയ, മൈന്യൂട്ട് പോഴ്സിനെ ഓസ്റ്റിയ എന്ന് പറയുന്നു. കാവിറ്റി സ്പോഞ്ചോസീൽ, പിന്നെ സ്പോഞ്ചോസീലിന് ചുറ്റും കോളാർ സെൽസ് ഉണ്ട്, അതാണ് വാട്ടർ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ ഫുഡ് ഗ്യാതറിങ്ങിനും റെസ്പിറേഷനും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ പുറത്തേക്കുള്ള ഓപ്പണിങ്ങിന് ഓസ്കുലം എന്ന് പറയുന്നു. പിന്നെ അവരുടെ ബോഡി സപ്പോർട്ട് ചെയ്യുന്ന സ്കെൽട്ടൻ പറയുന്നതാണ് സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചൻ ഫൈബേഴ്സ്. പിന്നെ അവർ ഹെർമഫ്രൊഡൈറ്റ് ആണ്, അവർ സെക്ഷലി ഫ്രാഗ്മെന്റേഷൻ വഴിയും സെക്ഷലി ഗാമേറ്റ്സ് വഴിയാണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, അതുപോലെ ഡെവലപ്മെന്റ് എന്താണ് ഇൻഡയറക്റ്റ് ആണ്. അതായത് ലാർവൽ സ്റ്റേജും അഡൾട്ടും തമ്മിൽ മോർഫോളജിക്കലി ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ 3 എക്സാമ്പിൾസ്, സൈക്കൺ, സ്പോഞ്ചില്ല, യൂസ്പോഞ്ചിയ. ഓക്കെ, ഇനി നമ്മുടെ സീലിൻഡ്രൈറ്റിയും ടീനോഫോറയും രണ്ടും ഏകദേശം എന്താ പറയാ, നമുക്കത് രണ്ടും കമ്പയർ ചെയ്തിട്ട് പറയാം. സീലിൻഡ്രൈറ്റി ആയാലും ടീനോഫോറ ആയാലും എന്തൊക്കെയാ പറയുന്നത്, നമ്മള് മെയിൻ ആയിട്ട് അവർ അക്വാട്ടിക് ആണ്, അതുപോലെ മെറൈൻ ആണ്, സെസൈലും ആണ്, ഫ്രീ സ്വിമ്മിങ്ങും ആണ്. ടിഷ്യൂ ലെവലാണ് അവരുടെ ഓർഗനൈസേഷൻ, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, റേഡിയലി സിമെട്രിക് ആണ്. ഇത്രയും കാര്യങ്ങൾ 2 പേർക്കും കോമൺ ആണ്. ഇനി സിലിൻഡ്രൈറ്റിനെ നമ്മൾ നിഡേറിയ എന്നാണ് പറയാ, കാരണം അവർക്ക് എന്തുണ്ട്, നിഡോബ്ലാസ്റ്റ് ഉണ്ട്. അതായത് നെമാറ്റോസിസ്റ്റും ആ ഒരു ടെന്റക്കിൾസും വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, അവര് പ്രേയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ, പ്രേ അല്ല പ്രെഡേറ്ററിൽ നിന്ന് അവരെ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിഡോബ്ലാസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ അവർക്ക് ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട് ആൻഡ് ഹൈപ്പോസ്റ്റോം വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോറൽസ്. കോറൽസ് ലൈക്ക് നിഡേറിയൻസിൽ എന്ത് വരുന്നുണ്ട്, ഈ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്കെൽറ്റൻ ആണ് വരുന്നത്. 2 ബോഡി ഫോംസിൽ വരുന്നുണ്ട്, പോളിപ്പും മെഡൂസയും. പോളിപ്പ് എന്ന് പറയുമ്പോൾ സെസൈലാണ്, മെഡൂസ എന്ന് പറയുമ്പോൾ ഫ്രീ സ്വിമ്മിങ് ആണ്. രണ്ടും ഒരുമിച്ച് വരുന്നതിനെയാണ് മെറ്റാജെനസിസ് അല്ലെങ്കിൽ അൾട്ടറേഷൻ ഓഫ് ജനറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് കാണുന്നത് ഒബീലിയയിലാണ്. എക്സാമ്പിൾസ് മസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഹൈഡ്ര, അഡാംസിയ, ഒബീലിയ, ഔറീലിയ. ഈ നമ്മുടെ ഗോർഗോണിയ അല്ലെങ്കിൽ സീഫാൻ, പെന്നാറ്റുല അല്ലെങ്കിൽ സീപ്പൻ, നിയാൻഡ്രിന അല്ലെങ്കിൽ ബ്രെയിൻ കോറൽ, ഫൈസാലിയ അല്ലെങ്കിൽ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഇനി നമ്മുടെ ടീനോഫോറയിൽ നമ്മൾ പറഞ്ഞത് ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മൾ സിമിലർ ആയിട്ട് പറഞ്ഞു. പിന്നെ ഇവര് കോമൺലി പറയുന്നതാണ് സീ വാൾനട്ട് അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് എന്നാണ് പറയുന്നത്. പിന്നെ കോംബ് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ കോംബ് ജെല്ലീസ് എന്ന് പറയുന്നത്. 8 എക്സ്റ്റേണൽ റോസ് ഓഫ് കോംപ്ലേറ്റ്സ്, സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് വരുന്നത് കൊണ്ടാണ്. പിന്നെ ഇവരുടെ പ്രോപ്പർട്ടി ആണ് ബയോലൂമിനസെൻസ്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ഹെർമപ്രൊഡൈറ്റ് ആണ്, റീപ്രൊഡക്ഷൻ എക്സ്റ്റേണൽ ആണ് ഇവർക്ക്, അതായത് സെക്ഷൽ ആണ്. ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ആൻഡ് എക്സാമ്പിൾ ആണ് പ്ലൂറോബ്രാച്ചിയ ആൻഡ് ടീനോപ്ലാന. ഓക്കെ, നിങ്ങൾക്ക് 3 ഫൈലും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് 3 ഫൈലോംസുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.